മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മാമച്ചനും രേവതിയും കൂടെ ടോണിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ടോണി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അറിയത്തില്ലല്ലോ, എവിടുന്ന് വരുന്നയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മാമച്ചൻ പറയാണ്, ഞങ്ങളങ്ങ് ദൂരെ പാലാരിവട്ടത്ത് നിന്ന് വന്നതാണ്, എനിക്ക് ടോണിയോട് കുറച്ച് സ്വകാര്യമായി സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ടോണി പറയാണ്, ഇതെൻ്റെ അപ്പനും അമ്മയാണ്, എനിക്ക് ഇവരിൽ നിന്നും പ്രത്യേകിച്ച് മറച്ചു വെക്കാനൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, ഇവർ കേൾക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ മാമച്ചൻ പറയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് സ്വകാര്യമായിട്ടാണ് പറയാനുള്ളത്, പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ഛനോട് അമ്മയോട് പറയാം, അതിന് പ്രശ്നമില്ല, ഇപ്പോൾ ഒന്ന് സ്വകാര്യമായിട്ട് സംസാരിക്കണം എന്ന് മാമച്ചൻ ടോണിയോട് പറയുന്നുണ്ട്. ടോണി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തേ അറിയാനുള്ളത് എന്ന് ടോണി ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഷെറിനെ കുറിച്ചാണ് അറിയാനുള്ളത്. ഷെറിനെക്കുറിച്ചോ? ഷെറിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അല്ല, നിങ്ങളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഷെറിൻ ഗർഭിണിയായിരുന്നല്ലോ, ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിയാൻ വന്നതാണെന്ന് മാമച്ചൻ പറയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാനാ എന്ന് ചോദിക്കുകയാണ്. ആവശ്യമുണ്ട്, അറിയാവുന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുകയാണ്. ടോണി പറയാണ്, ഞാൻ ഷെറിനെ വിവാഹം കഴിച്ചതിന് ശേഷം തന്നെ അവരെ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്ന അനാഥാലയത്തിൽ നിന്ന് ആ കുഞ്ഞിനെ മാറ്റിയെന്ന് പറയുകയാണ്. അപ്പോഴാണ് രേവതി ചോദിക്കുകയാണ്, അത് എങ്ങോട്ടാണ് മാറ്റിയേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ടോണി പറയാണ്, അതെന്തിനാ, അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ, എന്താ അതിനെ എടുത്ത് വളർത്താനാണോ എന്നൊക്കെ ടോണി ദേഷ്യത്തോടെ ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ടോണിയും ഷെറിൻ്റെ കാര്യവും കുഞ്ഞിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ടോണിക്ക് സങ്കടം വന്ന് ടോണിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. മാമച്ചനും രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ പറയാണ്, ഞങ്ങൾക്ക് ഇത്രയും വിവരങ്ങൾ തന്ന ടോണിക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആ കുഞ്ഞുമായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ബന്ധമുണ്ട്, അത് പിന്നെ എപ്പോഴെങ്കിലും ടോണിയെ അറിയിക്കാം എന്നും പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങിയാണ്. സമയത്ത് എറണാകുളത്താണെങ്കിൽ ഗ്രേസിയമ്മ ഒറ്റയ്ക്കുണ്ടല്ലോ. ഗ്രേസിയമ്മയുടെ വീട്ടിലേക്ക് നമ്മുടെ രമേശൻ നായർ വീണ്ടും എത്തുകയാണ് രേവതിക്കുട്ടിയെ കാണാൻ. ആ സമയത്ത് രേവതിക്കുട്ടി അവിടെ ഇല്ലായിരുന്നു. അപ്പം അയാൾ വന്നതുപോലെ തന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി വരുമ്പോൾ അമ്മച്ചാനത്തും രേവതിയിലെത്തും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഗ്രേസിയമ്മ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും, പക്ഷേ കുട്ടി എവിടെയാണെന്ന് മാത്രം അറിയത്തില്ല. അപ്പം രേവതിയെടുത്ത് ഗ്രേസിയമ്മ പറയാണ്, ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങി എന്ന് ചോദിക്കുകയാണ്. രേവതി പറയാണ്, വിഷമിക്കണ്ട ആൻറ്റി, നമുക്കാണെങ്കിൽ ടോണിച്ചായനെ വെച്ച് ഷെറിൻ ചേച്ചിയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ പറ്റും, അപ്പോൾ ആ കുഞ്ഞ് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്ന് രേവതിയാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ആൻറ്റിയാണെങ്കിൽ ഇന്ന് ഈ വീട്ടിലൊരാൾ വന്ന് എന്ന് രേവതി എടുത്ത് പറയുന്നത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അന്ന് വന്ന് മോളെ തിരക്കി വന്ന് ആ ആൾ തന്നെ രമേശൻ നായർ, അയാൾ ഇന്നും വന്നിരുന്നു എന്ന് രേവതിയോട് അറിയിക്കുന്നുണ്ട്. രേവതി ചോദിക്കുന്നു, ഇന്നും വന്നു എന്നെ കാണാൻ? അപ്പം ആ ഇന്നും വന്ന്. അപ്പം മാമച്ചൻ പറയാണ്, അപ്പം അയാൾ ചുമ്മാതൊന്നും അല്ല വരുന്നത്, ഇവളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും എന്ന് അവർ വിചാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ എല്ലാവരും തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങിയാണ്. ശിവനും രാജീവും അവിടുത്തെ കോലാഹലവും എല്ലാ പരിപാടിയും ഒപ്പിച്ച് വെച്ചിട്ട് തിരിച്ചു പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളും വൈജയെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതെല്ലാം ഒന്ന് ഒത്തുതീർപ്പായിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പം അത് പറ്റത്തില്ല, ഉടനെ പോകണം, ഇത്രയും നാളെ ലീവ് എടുത്ത് ഇനി ഈ ലീവിനൊക്കെ എടുത്ത ലീവിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്നൊക്കെ രാജീവ് പറയാണ്. ഇത്രയും നാൾ അവർക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു, ലീവ് എടുത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയാലൊന്നും കുഴപ്പമില്ല, ഇപ്പോഴാണ് അവർക്ക് പ്രശ്നം വന്നത്. ഗംഗാധരനാണെങ്കിൽ അവരോട് ഈ വൈജയെക്കുറിച്ചും അതുപോലെ അലീനി ബാലയത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, യഥാർത്ഥത്തിൽ ഇവിടെ നീതി കിട്ടേണ്ടത് ബാലചന്ദ്രനും അതുപോലെ അലീനയ്ക്കുമാണ്, അവർക്കാണ് നീതി കിട്ടാതെ പോയത് എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോഴാണെങ്കിൽ ശിവനും രാജീവിനും അതൊക്കെ ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.